രാഹുൽ ഈശ്വറിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇന്ന് നടി ഹണി റോസ് നടത്തിയത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ രാഹുൽ നിർവീര്യമാക്കുന്നുവെന്ന് ഹണി റോസ് വിമർശിച്ചു. സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയെന്ന് പറയാനാവില്ലല്ലോ എന്നും ഹണി റോസ് സമൂഹമാധ്യമത്തിൽ പരിഹസിച്ചു. ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള രാഹുലിൻ്റെ പരാമർശത്തിലായിരുന്നു വിമർശം. എന്നാൽ ഈ പരാമർശം രാഹുൽ ആവർത്തിക്കുകയും ചെയ്തു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ കേസ് സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഈശ്വറിന്റെ പരാമർശം. ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി നിലപാടെടുത്ത രാഹുലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്. രാഹുൽ ഈശ്വർ സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കുന്നു. രാഹുൽ ഈശ്വർ പൂജാരിയാകാത്തത് നന്നായി. പൂജാരിയായെങ്കിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് കൊണ്ടുവന്നേനെയെന്നും ഹണി റോസ്. ഭാഷയിലുള്ള നിയന്ത്രണം രാഹുൽ ഈശ്വറിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നും സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നും ഹണി റോസ് വിമർശിച്ചു. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരാമർശം രാഹുൽ ഈശ്വർ ഇന്നും ആവർത്തിച്ചു. ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും. ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. കേസിൽ നടി ഹണി റോസിന് പിന്തുണയുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി രംഗത്തെത്തി. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് പിണറായി സർക്കാരിന്റെ സ്ത്രീപക്ഷ സമീപനത്തിന്റെ തെളിവാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. So in this case, since there was evidence, it seems, on telephones and WhatsApp messages, it's very good that the LDF government has intervened and taken very strong action, and we hope that this trend will continue and that other state governments will also follow this very good example. News Desk, News Malayalam.